കാട്ടിലെ വന്നിട്ട് ചെടി മോഷ്ടിക്കണം വിത്ത് എവിഡൻസ്. എല്ലാ വീട്ടിലുള്ള പോലെ ഇതുപോലെ 2 മുതൽ നമ്മുടെ വീട്ടിലുണ്ട്. ആരും പറയാണ്ട് നൈസായിട്ട് കാട്ടുന്ന ചെടി കടത്തുന്നത് എൻ്റെ വല്യമ്മയും, ചെടി കടത്താൻ ബുദ്ധി ഉപദേശിച്ച് കൊടുക്കുന്നത് എൻ്റെ മമ്മിയും. ഫോറസ്റ്റുകാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇനി ഇരുസാരി എടുത്ത ചേച്ചി കാട്ടുന്ന 2 റോസിൻ്റെ ചെടി കടത്തിയിട്ടുണ്ട്. ആൻഡ് ഈ ലൊക്കേഷൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ നിന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ തീരുമാനിച്ചു. ഈ കാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു എസ്റ്റേറ്റ് ആയിരുന്നു. ആ സമയത്ത് ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ആന കുത്തി പൊളിച്ചിട്ടേക്കാണ്. അതിൽ നിന്ന് എന്ത് മനസ്സിലായി? നമ്മൾ ആനയുള്ള കാട്ടിലാണ് ഇന്നത്തെ രാത്രി താമസിക്കുന്നത്. ആൻഡ് ഈ ബിൽഡിങ്ങിന് മുകളിൽ കാണുന്ന സോളാർ ഉണ്ടല്ലോ, അത് ആന വരാതിരിക്കാൻ വേണ്ടിയിട്ട് പണിത ഇലക്ട്രിക് ഫെൻസിന് ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. അവിടെ നിന്ന് വീണ്ടും നമ്മളുടെ പ്രോപ്പർട്ടിക്കുള്ള യാത്ര തുടർന്നു. ഏറെക്കുറെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കൂടാതെ നല്ല ക്ലൈമറ്റും ആയിരുന്നു. ഇത്രയും കാട്ടിലൂടെ പോയിട്ട് മൃഗങ്ങളൊന്നും കണ്ടില്ലല്ലോ എന്ന് ആലോചിച്ച് പോകുമ്പോഴാണ് അത് സംഭവിച്ചത്. എവിടെ പാമ്പിനെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന അനൂപേട്ടൻ വേഗം ഓടിച്ചെന്നു. 2 ചേരയും ഒരു മൂർഖനായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല സൈസുള്ള പാമ്പായിരുന്നു പറഞ്ഞു കേട്ടത്. പിന്നെ പാമ്പിനെ പേടിയില്ലാത്തതുകൊണ്ട് ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ നിന്നില്ല. അങ്ങനെ പറഞ്ഞ് നമ്മളുടെ പ്രോപ്പർട്ടിയിലെത്തി. നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്ന ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് ഭയങ്കര അടിപൊളിയായിട്ടുള്ള സ്ഥലമായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. ആൻഡ് ദിസ് ഈസ് അവർ ഹോം ഫോർ ദ നൈറ്റ്. ബാക്കി വിശേഷങ്ങൾ ബാക്കി വീഡിയോയിലൂടെ വരുന്നതായിരിക്കും. അപ്പോൾ നാളെ കാണാം.